ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്താ ആഴ്ചയെന്നറിയോ? ഇന്ന് ട്യൂസ്ഡേ. ഞാനേ അന്ന് ഓണത്തിൻ്റെ അന്ന് സൺഡേ ഞാൻ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ 5 മണിയായി കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ശരിക്കും പറ്റില്ല. ഞാൻ കുറച്ച് വീഡിയോ, എൻ്റെ വീഡിയോ, ഞാനുള്ള വീഡിയോ ഒന്നും നിങ്ങളധികം കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എന്നാണെന്നറിയോ, ഞാൻ സാരി ഉടുത്തതും പിന്നെ എന്തൊക്കെ ഞാൻ വെച്ചതെന്നൊന്നും ഞാൻ നിങ്ങളെ ആ ഇലയിലിടുന്ന മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ എന്താ വെച്ചതെന്നും നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിനൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. പിന്നെ എടുത്തു തരാനും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു തന്നു. അപ്പം ഞാൻ എന്താ പറയുക, അത് ഞാൻ അന്ന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനത് ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ആ വീഡിയോ നിങ്ങൾ കാണണേ. ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും. പിന്നെ എല്ലാവരും ഉച്ചക്കത്തെ സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞല്ലേ. സമയം ഇപ്പോൾ 5 മണി ആയില്ല. എല്ലാവരുടെയും പണിയൊക്കെ കഴിഞ്ഞ് കാണുമല്ലേ. എല്ലാവരും എൻജോയ് ചെയ്ത് വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കി. ഞാനുണ്ടല്ലോ, എനിക്കാകെ എത്ര കൂട്ടം അറിയോ? 10 കൂട്ടം കറി ഉണ്ടായിരുന്നുള്ളേ. എനിക്കധികം ഓണം സദ്യ ഒന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ് ഒരു ഓണസദ്യ ഉണ്ടാക്കിയത്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ വർഷമാണ് ഞാൻ ഓണസദ്യ ഉണ്ടാക്കിയത്. എനിക്ക് പിന്നെ 2 ടൈപ്പ് പായസം ഇത്ര എനിക്ക് അറിയൂ. എനിക്ക് അധികം ഒന്നും അറിയില്ല. എല്ലാവരും ഇങ്ങനെ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഞങ്ങൾ ഹോട്ടലിൽ പോയാൽ കഴിച്ചേ. അപ്പം അതുകൊണ്ട് എനിക്ക് ഓണസദ്യ ഒന്നും അധികം ഉണ്ടാക്കാൻ അറിയില്ല. എന്നാലും എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ കുറച്ച് ഓണസദ്യ എല്ലാം ഉണ്ടാക്കി. അപ്പോഴുണ്ടല്ലോ, ഇവിടെ ഇന്ന് എൻ്റെ ഓണത്തിന് എൻ്റെ വീട്ടിൽ വന്നത് എൻ്റെ ഹസ്ബൻഡ്, ഒരു ഫ്രണ്ട് വന്നു. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകൊച്ച് വന്നു. പിന്നെ ഇനി 2-3 പേര് വരാനുണ്ട്. ഈ പ്രാവശ്യം ആരും വന്നില്ല കേട്ടോ. കാരണം എല്ലാവരും പിന്നെ ഓരോന്നിനും ഓരോ ഷിഫ്റ്റ് വൈസൊക്കെ ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇനി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എനിക്ക് ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 10-15 പേര്. അന്നേരം ഞാൻ തന്നെ എല്ലാവർക്കും ഞാൻ ഫുഡൊക്കെ വെച്ചു. അപ്പോൾ പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ഞങ്ങൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കാരണം ഒത്തിരി മടുത്ത്. നമ്മളിപ്പോൾ ഒരു സദ്യ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് മടുക്കും അല്ലേ. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫുഡ് കഴിച്ചിട്ട് പുറത്ത് പോയിരിക്കുകയാണ്. ഫ്രണ്ട്സ് ആരോ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഇത് കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയത് പാലട പായസം ഉണ്ടാക്കി കേട്ടോ. പിന്നെ പരിപ്പ് പായസം. അപ്പം ഞാൻ ഉണ്ടാക്കിയ പായസം എന്തൊക്കെയാണെന്ന് അറിയണോ? എന്താണെന്നറിയോ? പരിപ്പ് പായസം ഉണ്ടാക്കി, പിന്നെ പാലട ഉണ്ടാക്കി. പാലട ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ, പാലട. പിന്നെ ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അധികം ഒന്നും സദ്യ ഒന്നും അറിയില്ല എനിക്ക് ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്കുമ്പോഴല്ലോ മിക്സായിപ്പോവും. കായും എമ്മും ആവും എന്ന് പറഞ്ഞാൽ കന്നഡയും മലയാളം മിക്സായിപ്പോവും ഞാൻ ഉണ്ടാക്കുമ്പോൾ. പാലട പായസം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? തേങ്ങാപ്പാലും കൊണ്ടല്ല കേട്ടോ, പശുവിൻ പാലും കൊണ്ടായി. തേങ്ങാപ്പാലും കൊണ്ട് തന്നെ ആവുമ്പോൾ പിഴിയാനൊക്കെ ഭയങ്കര കഷ്ടമല്ല. അപ്പം ഞാൻ പശുവിൻ പാലും കൊണ്ടാണ് പാലട ഉണ്ടാക്കിയത്. പിന്നെ ഉണ്ടാക്കിയത് എന്താ പറയുക, തോരൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാവേ. ബീൻസ് തോരൻ ഉണ്ടാക്കി, പിന്നെ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കി, ബീറ്റ്റൂട്ട് തോരനും ബീൻസ് കോവയ്ക്കാത്തോരൻ ഉണ്ടാക്കി, പിന്നെ കൂട്ടുകറി ഉണ്ടാക്കി, അവിയലുണ്ടാക്കി, ഇഞ്ചിക്കറി ഉണ്ടാക്കി കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കി. ഇഞ്ചിക്കറി ഒന്നും ഇവിടെ ഉള്ളവരൊന്നും അധികം കഴിക്കില്ല കേട്ടോ. അവർക്കുണ്ടല്ലോ. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അതോട് കാറ്റ് വന്നുകൊണ്ട് ക്യാമറ ഷേക്കാകുന്നുണ്ട്. ഞാൻ പിടിച്ചിട്ട് സംസാരിക്കാം. ഇവിടെ ഒന്ന് പിടിക്കാം. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പയറുതോരനുണ്ടാക്കി, മോരുകറി ഉണ്ടാക്കി, സാമ്പാറുണ്ടാക്കി, പപ്പടം, പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മുടെ പാവയ്ക്ക വറുത്തത്, അത് അങ്ങനെ. ഇനി എന്തുണ്ടല്ലോ, പപ്പടം, പിന്നെ കാവറുത്തത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ഇത് കേട്ടോ. പിന്നെ പരിപ്പ് പായസം. ഇത്രയൊക്കെ ഉണ്ടാക്കുള്ളൂ. പിന്നെ പിന്നെ പഴമൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇത്രയും ഉണ്ടാക്കാൻ അറിയാം. കാരണം ഇനിയും ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും കറക്റ്റ് 2 മണിക്കാകുമ്പോൾ ഫുഡ് കൊടുക്കണ്ടേ. പിന്നെ ഇവിടെ എന്താണെന്നറിയോ, ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെയുള്ള ഈ കന്നഡക്കാർക്കെല്ലാം എങ്ങനെയാണെന്നറിയോ ഫുഡ്? അവർക്കുണ്ടല്ലോ, ഈ പാത്രത്തിനകത്ത് നിറച്ച് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ആകെ കഴിക്കാൻ അറിയാവുന്നൊരു സാമ്പാർ, അത് വെള്ളം പോലെ കാണും. അതിൻ്റെ കൂടെ കഴിക്കുക. അതിൻ്റെ കൂടെ അവർ വേറെ നമ്മൾ എന്ത് കൊടുത്താലും അവരെന്താ പറയുക, ആ ചോറ് മാത്രം കഴിച്ച് ലാസ്റ്റ് ഇങ്ങനെ തോരൻ കഴിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവരെപ്പോഴും വരുന്നത് തന്നെയാണ്. പക്ഷേ അവർ കഴിക്കുന്നതയോ കുറച്ച് സാമ്പാറും ചോറും, പിന്നെ 2-3 കയറ്റ് തോരനും. അത്ര അവർക്ക് കഴിക്കാൻ അറിയൂ. നമ്മളെപ്പോലെ നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുന്നവരൊന്നും അവർ കഴിക്കില്ല. അപ്പം ഞാനും നല്ലപോലെ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ചോറുണ്ടത്. അവർക്കെല്ലാം ചോറ് കൊടുത്ത് നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാവരും നിലത്തിരുന്നാണ് കഴിച്ചു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ, നിലത്തിരുന്ന് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ. ಶುಗರ್ ಅಲ್ಲ, ಹಾಗಲಕಾಯಿ ಫ್ರೈ ತಿನ್ನೋ. ഇതാളില്ലാത്തൊരു തട്ടെ. ഇവിടെ ആളില്ല.
ಅಪ್ಪಡಿ ಹೋಗಾರ ಎಣ್ಣೆಗೆ ಫ್ರೈ ಮಾಡಿದ್ಲಿ ಬೇಡ. ಅಯ್ಯೋ ತಿನ್ನಿ, ಅದು ತುಂಬ ಒಳ್ಳೆಯದು, ತಿನ್ನಿ. ಯಾಕೆ പിന്നെ എനിക്ക് കണ്ടല്ലോ ഈ നേരത്തെയൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴൊക്കെ അവർക്കിങ്ങനെ എടുത്തു കൊടുക്കാനും സെർവ് ചെയ്യാനൊന്നും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നേ. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ കൾച്ചറൊക്കെ കുറേ പഠിച്ചു. എനിക്കിപ്പം അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോൾ ഏറ്റവും മുമ്പിൽ നിന്ന് എല്ലാവർക്കും വിളമ്പി കൊടുക്കാനും ഇങ്ങനെ സെർവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അങ്ങനെ പിന്നെ ചോറ് കറിയൊക്കെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ പഠിച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ പിന്നെ ആരെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം എന്നറിയോ, ആദ്യമേ നമ്മൾ ചായ, നമ്മുടെ നാട്ടിലൊക്കെ ചായ കൊടുക്കുക, നമ്മുടെ കേരളത്തിലെ നമ്മുടെ കൾച്ചർ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആദ്യം വരുമ്പോഴേ നമ്മൾ ഇരിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ വെള്ളം കൊടുക്കണം. വെള്ളമാണ് ആദ്യം കുടിക്കാൻ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ, പണ്ട് കൾച്ചർ ഉണ്ട് വെള്ളം കൊടുക്കുന്നത്, ചായ അല്ല. കാരണം നമ്മൾ മടുത്ത് വരുമ്പോൾ നമ്മൾ വെള്ളമാണല്ലേ കുടിക്കേണ്ട, ചായ അല്ലല്ലോ. അപ്പോൾ ആദ്യമേ കൊടുക്കണം. ചില സമയത്ത് ഞാൻ മറന്നുപോലെ എൻ്റെ ഹസ്ബൻഡിന് വഴക്ക് പറയും. അപ്പം ഞാൻ ചോദിക്കരുത് നമ്മൾ അവരോട്, നമ്മളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് നമ്മളങ്ങനെ വെള്ളം കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഒരു സാധനം നമ്മൾ അവിടെ വേണമെന്ന് ചോദിക്കാൻ പാടില്ല, നമ്മൾ കൊണ്ട് കൊടുക്കണം. കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മളെന്തും അല്ലെങ്കിൽ ചോറ് നിന്നോ, ചോറ് കഴിച്ചോ, ചോറ് ഉണ്ണുന്നോ അങ്ങനെ ചോദിക്കരുത്. ചോറ് കഴിക്കാൻ വരും, ഇരിക്കുക എന്നങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ കൾച്ചറൊക്കെ ഞാൻ കൂടെ ഇങ്ങനെ ആയപ്പോൾ പഠിച്ചു. പിന്നെ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ നിലത്തിരുന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അല്ലെങ്കിലും ഇവിടെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും നിലത്തിരുന്നൊക്കെ കഴിക്കുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം ഫംഗ്ഷൻ നമ്മുടെ ഓണത്തിനൊക്കെ പറയണ്ട. അപ്പോൾ ഈ മാസം ഉണ്ടല്ലോ ഇവിടെ ഇതുണ്ട്, ഉഗാദി അല്ല, ആയുധപൂജയുടെ ടൈമിൽ ഒരു ഫെസ്റ്റിവൽ ഉണ്ടല്ലോ ഈ മരിച്ചവർക്കെല്ലാം വേണ്ടി. അത് ഭയങ്കര ഇതാണ് കേട്ടോ, ഭയങ്കര ഗ്രാൻഡായിട്ടാണ്. അപ്പോഴും ഈ വീടൊക്കെ ആയിട്ടെടുത്ത് ഇങ്ങനെ അയ്യോ ഭയങ്കര ക്ലീനിങ് ആയിരിക്കും. അപ്പം വീടെല്ലാം എടുത്ത് അയ്യോ പറയണ്ട, ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ മടുത്തിനി, അവിടെയും പോയി ഞാൻ ക്ലീൻ ചെയ്യണം. നല്ല പണിയാണ്. കാരണം അവിടെയൊക്കെ കൾച്ചർ അങ്ങനെയാണ്. നമ്മളെപ്പോലൊന്നും നമ്മുടെ കൾച്ചർ പോലൊന്നും കേട്ടോ. നമ്മുടെ കൾച്ചർ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഈസിയാണെന്നാണ് തോന്നുന്നത്. പിന്നെ എന്നാ പറയാനുള്ളത്, അപ്പം നിങ്ങളെല്ലാവരും ഓണമൊക്കെ നല്ലപോലെ ആഘോഷിച്ച് നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ടേക്ക് കെയർ, ബൈ.